പ്രശാന്ത് സാർ നമസ്കാരം. നമസ്കാരം. സാർ ഈ പി സി ജോർജ് പിടികിട്ട പുള്ളിയാണോ, ഏതെങ്കിലും തീവ്രവാദിയാണോ? കാരണം പി സി ജോർജിനെ പിടികൂടാനായി യൂത്ത് ലീഗൊക്കെ 5001 ഇനാമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പി സി ജോർജിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച ജഡ്ജ് തന്നെ ഈ 2 ദിവസം മുൻപ് ഒരു 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ ഒരു മുഹമ്മദ് അലി എന്ന് പറയുന്ന പ്രതിക്ക് ജാമ്യം നൽകിക്കൊണ്ട് വെറുതെ വിട്ടു. പക്ഷേ പി സി ജോർജിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. സത്യത്തിൽ എന്താണ് പി സി ജോർജ് പറഞ്ഞതിലുള്ള തെറ്റായി ഇവരൊക്കെ കാണുന്നത്? കോടതിക്കകത്ത് വിഷയത്തിനെ പറ്റി നമുക്ക് അധികാരികമായിട്ട് സംസാരിക്കേണ്ട. കോടതി അദ്ദേഹത്തിന് എന്തുകൊണ്ട് ജാമ്യം കൊടുക്കാതിരുന്നു എന്നതിനെ പറ്റി പറഞ്ഞു. നമുക്ക് കോടതിയുടെ വിധിയായതുകൊണ്ട് എല്ലാവരും മാനിക്കുന്നത് പോലെ നമുക്കത് മാനിച്ചതിന് മുന്നോട്ട് പോകും. പക്ഷെ പി സി ജോർജ് ഉയർത്തുന്ന രാഷ്ട്രീയം അതൊരു വലിയ രാഷ്ട്രീയമാണ്. ബി ജെ പിക്ക് നാളെ വളരെ വേഗത്തിൽ ബി ജെ പിയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമാണ് പി സി ജോർജ് ഉയർത്തിയിരിക്കുന്നത്. ഇത് വളരെ നേരത്തെ ബി ജെ പി പറയേണ്ട രാഷ്ട്രീയമാണ്. അത് പി സി ജോർജ് ഇപ്പൊ പറഞ്ഞു, അത് അബദ്ധം പറ്റാൻ പോവുകയാണ്. ഇവിടുത്തെ യൂത്ത് ലീഗിനും അല്ലെങ്കിൽ മൂത്ത ലീഗിനും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ അബദ്ധം പറ്റാൻ പോവുകയാണ്. കാരണം ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും ഇവിടുത്തെ സുഡാപ്പി കുഞ്ഞുങ്ങളുടെയും വോട്ടിന് വേണ്ടി പി സി ജോർജ് പറഞ്ഞ കാര്യം അദ്ദേഹം പിറ്റേന്ന് മാപ്പ് പറഞ്ഞു. അദ്ദേഹം ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റുണ്ടെന്നാണ് എനിക്കും അഭിപ്രായമുള്ളത്. പക്ഷെ പിറ്റേന്ന് ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കൂടി പരസ്യമായിട്ട് മാപ്പി ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായി. മാത്രമല്ല ചാനലിൽ ഇരുന്ന് തന്നെ അയാളോട് മാപ്പി ചോദിച്ചു. നമ്മൾ ഈ പറയുന്ന മതേതര ജനാധിപത്യ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്ന് വാശി പിടിക്കുന്നതും കോൺഗ്രസ്സുകാരനും എല്ലാരും പറയുന്ന മതത്തിന്റെ പേരുള്ള പാർട്ടി, മുസ്ലിം ലീഗിന്റെ പാർട്ടി, അതായത് ഇന്ത്യ വിഭജനത്തിന് കൂട്ടുന്ന പാർട്ടി, അവന്റെ അവശിഷ്ടമാണിത്. ഇപ്പൊ അവർ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് കൊണ്ട് നമ്മളുടെ മര്യാദ കൊണ്ട് അവർ മര്യാദക്കാരാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പൊ പി സി ജോർജ് പറഞ്ഞതിനകത്ത് മാപ്പി ചോദിച്ചതിന് ശേഷവും അവിടുന്ന് ഈരാറ്റുപേട്ടയിൽ നിന്ന് കേസ് കൊടുക്കുന്നു. അതിന്റെ പുറകിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യിച്ച് ഒക്കത്തുള്ള വാശിയിൽ നിൽക്കുന്നു. അത് കോടതി എന്ത് വേണ്ടി പറഞ്ഞോട്ടെ. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ പ്രകടനം നടത്തുന്നു. പി സി ജോർജ് അറസ്റ്റ് വരിക്കണം, തന്നെ പി സി ജോർജ് അറസ്റ്റ് വരിക്കട്ടെ, ജയിലിൽ കിടക്കട്ടെ, എന്നിട്ട് ബി ജെ പിക്കാരൻ ചർച്ച ചെയ്യട്ടെ എന്തിനു വേണ്ടി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു. ഇവിടുത്തെ ഹമാസിനെ ആനപ്പുറത്ത് കയറ്റിയതിന് സംസാരിച്ചതിന് വേണ്ടി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു. ഇവിടുത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ അനാവശ്യമായിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു മതഭാഗത്തിന് എതിരെയുള്ള നീക്കത്തിനെതിരെ പി സി ജോർജ് സംസാരിച്ചതിന് വേണ്ടി അകത്ത് കിടക്കുന്നു. പി സി ജോർജ് ഇവിടുത്തെ മാഷ് കൈവെട്ടിയ കേസിനെ പറ്റി സംസാരിച്ചതിന് പി സി ജോർജ് അകത്ത് കിടക്കുന്നു. അല്ലെങ്കിൽ പി സി മുസ്ലിം അല്ല ക്രിസ്ത്യൻ മതമേതലധ്യക്ഷന്മാർ അവരുടെ കുഞ്ഞുങ്ങളിലെ ഈ പറയുന്ന ലവ് ജിഹാദിന്റെ വിഷയം വന്നപ്പോൾ അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച പി സി ജോർജ് അകത്ത് കിടക്കുന്നു. അതുപോലെ തന്നെ പള്ളിക്കകത്ത് കുർബാന നടത്തിയപ്പോൾ കടന്നു കയറ്റി പള്ളിയിലത്തിനെ ആക്രമിച്ചതിന് വേണ്ടി സംസാരിച്ച പി സി ജോർജ് അകത്ത് കിടക്കുന്നു. ഈ രീതി ചർച്ച ചെയ്യണം, ഈ രീതിയിൽ ഉയർത്തിപ്പിടിക്കണം. ഈ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പി സി ജോർജും പി സി ജോർജ് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ ഇവര് പറയുന്നത് പോലെ പി സി ജോർജിന്റെ വിഭാഗവുമായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹവും ഈ വിഷയം ഏറ്റെടുത്ത് സാധാരണക്കാരുടെ ഇടയിലേക്ക് പകർത്തുവാൻ ശ്രമിച്ചാൽ പി സി ജോർജ് അറസ്റ്റ് ഒരു രാഷ്ട്രീയ ലാഭം തന്നെയാണ് ബി ജെ പിക്ക്. പി സി ജോർജ് അറസ്റ്റ് വരിക്കണം. ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം ഈ ഒരു സാഹചര്യം ഞാൻ മുമ്പേ പറഞ്ഞത് ആനപ്പുറത്ത് കയറ്റിയ സാഹചര്യം, ഈ പി സി ജോർജിന്റെ അറസ്റ്റിന് പുറകെ നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനും ആനപ്പുറത്ത് ഹമാസിനെ കയറ്റിയപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നു, അറേബ്യൻ രാജ്യങ്ങളിൽ ചർച്ച ചെയ്യുന്നു, അറേബ്യൻ രാജ്യങ്ങളിൽ ആനപ്പുറത്ത് കയറ്റിയതിനെ വേണ്ട എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഈ കൊച്ചു കേരളത്തിൽ ഹമാസുകാരന് തലപ്പാവ് തയ്പ്പിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിനെതിരെ പോകുന്നവനെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് ഞങ്ങൾക്ക് എന്തുമാകാം ഒരു വിഭാഗത്തിന്, ഞങ്ങളുടെ കാര്യം ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ അവന് ഈ നാട്ടിൽ ജീവിക്കാനോ അല്ലെങ്കിൽ അവന് ഈ നാട്ടിൽ രാഷ്ട്രീയപ്രവർത്തനം നടത്താനോ അവന് ഈ പൊതുസമൂഹത്തിൽ നിൽക്കാനോ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയമാണെന്നാണ് ഇതിനകത്ത് വെളിയാവുന്നത്. അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് ബി ജെ പി ഉപയോഗിക്കുന്നത് ഇതൊരു വമ്പൻ ട്വിസ്റ്റിലേക്കാണ് ഈ അറസ്റ്റ് വരുന്നത്. കാരണം പി സി ജോർജ് അറസ്റ്റ് വരിക്കണം. ഞാൻ പറയുന്നത് ജാമ്യത്തിൽ ഇറങ്ങരുത്, അവിടെ കിടക്കണം. പി സി ജോർജിന് കൊടുക്കട്ടെ കോടതി ജാമ്യം, ഇറങ്ങിപ്പോകാൻ പറയട്ടെ കോടതി. കോടതി പലർക്കും ജാമ്യം കൊടുക്കുന്നുണ്ടല്ലോ. ആവശ്യപ്പെടാതെ ജാമ്യം കൊടുത്ത മാതൃകയുള്ള സുപ്രീം കോടതിയല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ കെജ്രിവാളിന് അറിയാമല്ലോ, ജാമ്യം വേണ്ട, എന്റെ കേസ് രക്ഷിക്കാൻ മതി. ഒരിക്കൽ പോലും
ജാമ്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കാത്ത കേജ്രിവാൾ ജാമ്യം കൊടുത്ത സമീപനവും അത്തരത്തിലൊരു കോടതിയും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കോടതിയുടെ സമീപനം എന്താവട്ടെ, PC ജോർജ് അങ്ങനെ തന്നെയാണോ? അതിന്റെ പുറകിൽ BJP ഉണ്ടാവണം. PC ജോർജ് ഇതിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ എന്തോ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങൾ അന്ന് തൊട്ട് PC ജോർജ് വിദ്വേഷ പരാമർശം നടത്തി. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ആലപ്പുറത്ത് ഗേറ്റിനെ പറ്റി ഒരു ചർച്ച നടത്തിയോ? അതിന്റെ പുറകിൽ നിന്നോ? അത് ആരാണെന്ന് തിരക്കിയോ? അത് ഇവിടെ ആവശ്യമാണോ എന്ന് തിരക്കിയോ? അല്ലെങ്കിൽ അതിന്റെ കാര്യം എന്താണെന്ന് തിരക്കിയോ? അതിനെപ്പറ്റി വിശദമായിട്ടൊരു ചർച്ച നടക്കുന്നുണ്ടോ? PC ജോർജ് ഇന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്തു PC ജോർജിന് വിദ്വേഷ പരാമർശം. ഇന്നലെ റിപ്പോർട്ടർ TV ചർച്ച ചെയ്ത തന്നെ കണ്ടു കാണും. റിപ്പോർട്ടർ പറഞ്ഞു കേട്ടായിരുന്നു. റിപ്പോർട്ടർ പറയുന്നത് എന്താണ്? റിപ്പോർട്ടർ പറയുന്ന PC ജോർജിനെ കേരളത്തിലെ BJP അങ്ങ് കൈവെടിഞ്ഞു. കേരളത്തിലെ BJP കൈ വെടിഞ്ഞതുകൊണ്ടാണ് 2 ജില്ലാ പ്രസിഡന്റും ഇപ്പൊ വീട്ടിലുണ്ട്. പോലീസ് രാവിലെ വന്നിട്ട് PC ജോർജിനെ അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവർ പറഞ്ഞ അറസ്റ്റ് ഒന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ട് വരും, അവിടുന്ന് പോലീസ് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ രാവിലെ വരും, PC ജോർജ് അവിടെ വരും, അവിടെ വന്നിട്ട് PC ജോർജ് പറയും അറസ്റ്റ് ചെയ്യാൻ പറയും, അന്നേരം അറസ്റ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പൊ ഞാനീ പറഞ്ഞത് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മത്സരിച്ച് നിൽക്കുകയാണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തിന് PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു? ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗമാണെന്ന് കാണിക്കുന്ന അറസ്റ്റ് ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ ഭാഗമാണ്. മുസ്ലിങ്ങളെ മൊത്തത്തിൽ ആണോ PC ജോർജ് പറഞ്ഞത്? അല്ലല്ലോ. മുസ്ലിമിനകത്ത് ഒരു ചെറിയ ന്യൂനപക്ഷം എന്തെങ്കിലും ഇതുപോലുള്ള കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവന് ഇവിടുത്തെ ട്രസ്റ്റ് വിഭാഗത്തിന്റെ ഭാഗമാണെങ്കിൽ അതിന് പ്രൊമോഷൻ കേരളത്തിൽ വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. മറ്റു സമുദായത്തിന്റെ പുറത്ത് ഇവർ ആരോപിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്രമായ നടത്തത്തിന് അവരുടെ ഭീഷണികൾ അതെല്ലാം തിരിച്ചറിയണം, അതിനെതിരെ സംഘടിക്കണം എന്നൊക്കെ പറയുന്നതിനാണോ ഇവിടുത്തെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത്? അപ്പം ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് സംഘടനകളെ ആശ്രയമാവുന്ന കേരളം, ആ ആശ്രയത്തിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്ന കേരളം, ആ ആശ്രയത്തിന് എല്ലാ ഒരുക്കങ്ങളും എല്ലാ ഗ്രൗണ്ട് സപ്പോർട്ടും ഉണ്ടാക്കി കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറും. ഇതിനകത്ത് BJP ഏറ്റെടുക്കേണ്ടതായത്. BJP എന്തിനും ഉണ്ടായിരിക്കുന്നു? BJPക്കും സംശയമാണ് നാളെ കാലത്തെ 4 വോട്ട് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഞങ്ങൾക്കും കിട്ടുമെന്ന്. നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല, നിങ്ങൾക്ക് ഒരോട്ടും കിട്ടത്തില്ല. നിങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയത്തിനകത്ത് ഇനി മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും നല്ലത് ഇപ്പം സർവേ ഒക്കെ വന്നല്ല 17% മുന്നോട്ട് പോകുന്നു. ഇവിടെ ഭൂരിപക്ഷത്തിന്റെ അത്രയും ന്യൂനപക്ഷ വോട്ടുകൾ വന്നിട്ടുണ്ട്. 45% ആ വോട്ട്. ആ 45-നകത്ത് 30% ഈ മുസ്ലിം വോട്ടാ. അതുകൊണ്ടാണ് അവന്റെ പുറകിൽ ഈ രാഷ്ട്രീയക്കാരൻ നടക്കുന്നത്. അവന്റെ വോട്ടിന് കൂട്ടായ്മ ഉണ്ടെന്നാണ് നടക്കുന്നത്. നിങ്ങൾ ഈ 45-നകത്ത് 30 വിട്ട് 15% ക്രിസ്ത്യാനികളെ പറഞ്ഞു മനസ്സിലാക്കുമോ? ഇതുവരെയുള്ള വിഷയങ്ങൾ വെച്ചിട്ട് അവരുടെ കൂട്ടായ്മയിൽ അവരുടെ ശക്തിയിൽ അവരിവിടെ തയ്യാറെടുക്കുന്നത്, അവരുടെ ഒരു ചെറു ന്യൂനപക്ഷമെങ്കിലും തയ്യാറെടുക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗ അല്ലെങ്കിൽ പ്രത്യേക രാജ്യം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ശരീഅത്ത് നിയമം ഉണ്ടാക്കുന്നതിനും ആ രീതിയിലേക്ക് ബാക്കിയുള്ളവരെയും കൂടെ വിരട്ടി അവരുടെ കൂടെ നിർത്തുന്നതിനുമാണെന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യണം, വോട്ട് പിടിക്കണം. ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് വോട്ട് പിടിക്കണം. അതേ രീതിയിൽ വർക്ക് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും മൈക്ക് കാണുമ്പോൾ വന്ന് 4 കാര്യം പറഞ്ഞു പോകുന്നില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ BJPയും RSSും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പോലെ ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് ഒരു PC ജോർജ് അധികകാലമായില്ലെങ്കിലും BJPയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഏറ്റെടുക്കുന്ന ഷോൺ ജോർജ് ഏറ്റെടുക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ മുനമ്പൻ രാഷ്ട്രീയം ഷോൺ ജോർജ് കൊണ്ടിക്കേറിയതുപോലെ ഏത് BJP നേതാവ് കയറി? സുരേഷ് ഗോപിയാണ് അത് കൊണ്ടുവന്ന് പൊതുമധ്യത്തിൽ ഇട്ട് കൊടുത്തത്. പക്ഷെ അതിനുശേഷം ആ വിഷയം ഏറ്റെടുത്തത് മുനമ്പം വിഷയം ഷോൺ ജോർജ് ഏറ്റെടുത്ത പോലെ ഏത് BJPക്കാരൻ ഏറ്റെടുത്തു? എത്ര വലിയൊരു വിഷയമാണ് BJPക്ക് ഇവിടെ മുന്നേറ്റം നടത്താൻ. അതുപോലെ ഈ ഒരു വിഷയം, ഈ PC ജോർജിന്റെ ഈ വിഷയം, അതിനകത്ത് വലിയൊരു രാഷ്ട്രീയ ലാഭം BJPക്ക് ഉണ്ടാക്കാം. PC ജോർജിനും ഇതൊരു വലിയ രാഷ്ട്രീയ ലാഭം തന്നെയായിരിക്കും. ഇനി പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് PC ജോർജ് പോകുന്നതിനെയും അന്ന് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ലല്ലോ ഈ വിഷയം കാണുന്നത്. കേന്ദ്രത്തിലെ BJPയുടെ പ്രമുഖ നേതാക്കൾ കാണുന്നുണ്ട്. തന്നെ ഈ വിഷയം ഹമാസിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തിലേക്കും ലോക രാഷ്ട്രീയത്തിലേക്കും പോവുകയാണ്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ PC ജോർജിന്റെ പേര് ഈ പറയുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോക നിലവാരത്തിലേക്ക് PC ജോർജ് ഉയർന്നിരിക്കുന്നു. ഇതൊരു വമ്പൻ ട്വിസ്റ്റാണ്. അറസ്റ്റ് വരിക്കട്ടെ. PC ഇനി ഒരു വലിയ നേതാവും. BJP എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പോകണമെന്ന് ഒരു ദിവസം PC ജോർജ് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും സാർ, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.